ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി മക്കൾ വരുന്നതിന് മുമ്പ് ചായയും പലഹാരവും ഒക്കെ റെഡിയാക്കി വെക്കുമ്പോഴാണ് ജാനകിയും ജലജയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് എന്താ ആർക്കാ ഏട്ടത്തി എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോൾ ജലജയോട് ജാനകി പറയാണ്, മരുമകൾ വരുന്നതിന് മുന്നേ എല്ലാം ഒരുക്കി വെക്കുവാണെന്ന്. എന്നാലും ഏട്ടത്തി ഇങ്ങനെ അതമ്പതിച്ച് പോയല്ലോ ഏട്ടത്തി എന്ന് ജലജ. അല്ല എന്തു പറ്റിയെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ, അല്ല ഏട്ടത്തി ഇപ്പോൾ ശരിക്കും അവളുടെ ഒരു ജോലിക്കാരിയായി മാറിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ മോന് വേണ്ടിയല്ല ഒരുക്കി വെക്കുന്നതെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. എങ്കിലും മരുമോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾക്കാണിപ്പോൾ മുൻഗണന കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയൊന്നുമില്ല, അവനാ പെൺകോന്തൻ എൻ്റെ മോൻ എന്ന ദേവയാനി ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങനെ പറയണു. ഇപ്പം അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാ അവനും ഇഷ്ടം. പിന്നെ അതിലെനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ദേവയാനി ഇവളുമാരോട് ചോദിക്കുമ്പോൾ, ആണുങ്ങളായാലേ അങ്ങനെ വേണം, സ്വന്തം ഇഷ്ടം നോക്കാതെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുന്നവനാവണമെന്ന കാര്യം മുത്തശ്ശി അന്നേരം പറയണു. എന്നാലും ആണുങ്ങളിങ്ങനെ പെണ്ണിന് അടിമയാകാനൊക്കെ പാടുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പം, അടിമയാകണം എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല, പരസ്പരം മനസ്സിലാക്കി വേണം ജീവിക്കാനായിട്ട്. അങ്ങനെ ജീവിക്കാത്തവരുടെ അനുഭവമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് ജലജ ചോദിച്ചേ. എന്താണെന്ന് നിനക്കറിയില്ലേ? നിന്റെ കുട്ടികളുടെ അച്ഛൻ ഇപ്പം നിന്റെ ഒപ്പം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ജലജയ്ക്കൊന്നും മിണ്ടാനില്ല. നിനക്കൊപ്പം നിന്റെ ഭർത്താവ് ജീവിച്ചപ്പോൾ അവന് നീ സ്വസ്ഥത വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാ അവൻ്റെ പാട് നോക്കി പോയതെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു നിൽക്കും കേട്ടോ ജലജ. എന്നിട്ട് നീ കൂടുതൽ ഇവിടെ നിന്ന് പ്രസംഗിക്കാനൊന്നും നോക്കണ്ട എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ജലജയുടെ വായടപ്പിക്കുക. അതങ്ങ് ദേവയാനിക്ക് നന്നായിട്ടങ്ങ് ബോധിച്ചു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ നയനയും ആദർശം കൂടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഈ അവാർഡുമായിട്ടേ തലയുയർത്തി പിടിച്ച് നടക്കാനായിട്ട് ആദർശ് നയനയോട് പറഞ്ഞു കൊടുക്കുക. വാ എന്നും പറഞ്ഞ് നയനയും കൂട്ടി ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അവളുമാരെ പേടിച്ച് വേണം ചിരിക്കാൻ പോലും. അപ്പോഴേക്കും മുത്തശ്ശി എന്ന് വിളിച്ച് നയനങ്ങ് വന്നു. ഇത് നോക്കിക്കേന്ന് പറഞ്ഞ് കാണിച്ചു. നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി മേടിച്ച് നോക്കി. നോക്കാനെന്താ, ടി വിയിൽ കണ്ടതല്ലേ എന്ന് ജലജ ചോദിക്കുമ്പം, എന്നാലും നേരിട്ട് കണ്ടില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു. ഇവിടെ വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ, എന്നിട്ട് ഇതുവരെ ആരെങ്കിലും ഇതുപോലെ ഒരു അവാർഡുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുക. ഈ സമയത്ത് ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ദേവയാനി ചോദിക്കാം. നിനക്കിത് ഓഫീസിൽ വെച്ചാൽ പോരായിരുന്നോ? അങ്ങനെയല്ലേ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് എന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുക. ആ സമയത്ത് നമ്മുടെ ആദർശം നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ നമ്മളാരും കാണത്തില്ലല്ലോ ഏട്ടത്തി, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് ജലജ. അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം പറ്റിയത്? നീ ഇതൊന്ന് നോക്ക് ദേവയാനി എന്ന് മുത്തശ്ശി പറയുമ്പം, അവാർഡ് കൊടുക്കുന്ന സമയത്ത് പോലും ഞാനൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ചിരി വരാൻ തുടങ്ങി. ഇതൊന്നും കാണാൻ വേണ്ടിയല്ല ഞാൻ പോയത്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെയും അവളുടെ മകളുടെയും അഭിമാനം സംരക്ഷിക്കണമായിരുന്നല്ലോ, അതിനു വേണ്ടി പോയതാ. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര ചിരി. ഇത് നീ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചില്ലേ എന്ന് ജാനകി ചോദിക്കുമ്പം, ഞങ്ങൾ ഇവരുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നതെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. നയനെ അന്നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നാൽ പിന്നെ ഇത് അവിടെയൊക്കെ വെച്ചാൽ പോരായിരുന്നു എന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുക. ആ സമയം ഈ അവാർഡ് ഇവിടെ വെക്കുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി അമ്മേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ആദർശ് അന്നേരം പറഞ്ഞു. ഇവള് വാശി പിടിച്ച് കാണും ഇവിടെ വെക്കണമെന്നും പറഞ്ഞു. പിന്നെ ഇവനെ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ജലജ ചോദിക്കുമ്പോൾ, ഇവൻ്റെ മുത്തശ്ശനും പറഞ്ഞിരുന്നു മോൾക്ക് കിട്ടുന്ന അവാർഡ് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം എന്ന്. പിന്നെ അത് നിർബന്ധിച്ച് ഞാൻ പറയാതിരുന്നത് ഇനി നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്. മോൾക്ക് ആദ്യമായി കിട്ടിയ അവാർഡാണ്, അത് മോള് താമസിക്കുന്ന വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നതാ അതിൻ്റെ ശരിയെന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ ദേവേനെ ഇങ്ങനെ ഉണ്ടക്കണ്ണം ഇങ്ങനെ ഇതാക്കിക്കൊണ്ടൊക്കെ ചിരിക്കുന്നുണ്ട്. നയനയും ഒരു ഏറുകണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് അമ്മേ. അപ്പോൾ ഇവിടെയുള്ള അസൂയക്കാരൊക്കെ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഇത് തന്നെ കാണണമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഒരു പീറ അവാർഡ് കിട്ടിയതിന് ഞങ്ങൾ ഇതിന് അസൂയപ്പെടുന്നതെന്ന് ജലജ നേരം ചോദിക്കുവാണേ. അത് കേട്ടപ്പോൾ അപ്പച്ചി അങ്ങനെ പറഞ്ഞത് എന്തായാലും ശരിയായില്ല കേട്ടോ അപ്പച്ചി. എത്രയോ ഡിസൈനർമാർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട്, ആർക്കെങ്കിലും ഇതുപോലൊരു അവാർഡ് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്ന് ആദർശ് നേരം ചോദിച്ചു. ഇത് നീ റെക്കമെൻഡ് ചെയ്ത് വാങ്ങിച്ചു കൊടുത്ത അവാർഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് ജാനകി. ഏട്ടത്തിയുടെ അടുത്ത സുഹൃത്തായ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്തു. അപ്പോൾ നീ അത് പറഞ്ഞാൽ ഒരിക്കലും ഗ്രേസി ചേച്ചിക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവരിത് തന്നതാണെന്ന് പറയുമ്പം, ഒരുപാട് തവണ ഈ ഒരു വിഷയത്തെപ്പറ്റി അപ്പച്ചിയും ഇളയമയൊക്കെ സംസാരിച്ചതല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിഷു ആയിട്ട് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്, അതിൻ്റെ സെയിലും ഏതാണ്ട് ആരംഭിച്ചൊക്കെ കഴിഞ്ഞു. എല്ലാവരും വരുന്നത് നയനാസ് കളക്ഷൻസ് തേടിയാ.
അതാരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ എന്ന് ആദർശ് ചോദിച്ചു. കസ്റ്റമേഴ്സ് അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നത്. അവിടെ നമ്മുടെ ഷോപ്പിൽ സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇവൾക്കും നല്ല പങ്കുണ്ടെന്നും ആദർശ് ഇവളുമാരോട് രണ്ടുപേരോടുമായിട്ട് അങ്ങ് പറഞ്ഞു. അതൊക്കെ ഇവളുമാർക്കും അറിയാം മോനെ. പിന്നെ മോളെ താഴത്തെ കെട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടെന്നും മുത്തശ്ശി പറയൂ കേട്ടോ. അപ്പോൾ ഇവള് വരുന്നതിന് മുൻപ് എന്താ മൂർത്തീസ് ജ്വല്ലറിയിൽ സെയിൽസ് കുറവായിരുന്നു എന്നാ ദേവയാനി ചോദിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറവായിരുന്നു, എങ്കിലും സെയിൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ തന്നെയായിരുന്നു നമ്പർ 1. പക്ഷെ അതിൻ്റെ ഇരട്ടി ഗുണത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവളെൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഇവളെ മറ്റൊരു ജോലിക്കാർ ഓഫർ കൊടുത്ത് റാഞ്ച് കൊണ്ട് പോകാത്തതെന്നൊക്കെ ആദർശ് പറയുമ്പം ശരി ശരി, ഒരുപാട് പുകഴ്ത്തിയാലേ ഇനിയും ഇവളുടെ സ്വഭാവം കൂടുതലും മോശമാകും, പിന്നെ നിനക്ക് പോലും ഇവളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെന്ന് വരുമെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ ഈ മൊമെൻറ്റ് ഞാൻ എവിടെ വെക്കേണ്ടേ മുത്തശ്ശിയെന്ന് ചോദിച്ചു നയന. അപ്പം മോൾ അതിങ്ങനെ തരാൻ പറഞ്ഞു. എന്നിട്ട് നീ അവിടെ വെക്കാമെന്നും പറഞ്ഞ് കയറി വരുന്നിടത്ത് എല്ലാവരും കാണുന്ന ഭാഗത്തിന് ഇങ്ങനെ വെച്ചു. അപ്പോൾ വീട്ടിലേക്ക് വരുന്നവർ ആദ്യം ഇത് തന്നെ കാണട്ടെ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ മുത്തശ്ശി അത് കൊണ്ടുവയ്ക്കാൻ പോയി. പിന്നെ നയനയും ദേവയാനിയും കൂടി ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. കണ്ണുകൾ കൊണ്ട് കഥ പറയുക അവർ. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഇത് കഴിഞ്ഞപ്പോൾ ദേവയാനിയോട് ഈ ജലജ പറഞ്ഞു കൊടുക്കുമോ, എന്നാലും എൻ്റെ ഏട്ടത്തി എന്തൊരു കഷ്ടമായിപ്പോയി, ആദർശേ അവളുടെ വാലായി പോയല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ മുന്നിൽ വാലായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് മുത്തശ്ശി അന്നേരം ഇവറ്റകളോട് പറഞ്ഞു. സ്നേഹിക്കുന്നവരാ അങ്ങനെ വാലായിട്ട് നിൽക്കുന്നതെന്നും. ഞാൻ പറഞ്ഞല്ലോ നിന്റെ സ്വഭാവം മോശമായതുകൊണ്ടാണ് അങ്ങനെ വാലാട്ടാൻ ഒരാൾ നിനക്ക് ഇല്ലാണ്ടായി പോയതെന്നൊക്കെ ജലജയോട് വീണ്ടും പറയും. ഇനി കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നീ നിൽക്കരുതെന്ന് മുത്തശ്ശി ഇങ്ങനെ ജലജയോട് പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കാൻ നമ്മുടെ അനി ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ആദർശിനെയും നയനിയെയും കണ്ടു. അപ്പോൾ ഈ ഒരു കിട്ടിയ അവാർഡിൻ്റെ കാര്യങ്ങൾ അനി ചോദിക്കും. അപ്പോൾ അത് മുത്തശ്ശി മേടിച്ച് വെച്ചു എന്ന് പറഞ്ഞു നയന. ആ സമയം ആഹാ ഏതായാലും അവാർഡ് ജേതാവിന് എൻ്റെ അഭിനന്ദനങ്ങളെന്നും പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ദേ വരുന്നു അനാമിക പൂതന വന്ന് നോക്കി ഇങ്ങനെ നിൽക്കുക. എടാ അവാർഡുമായിട്ട് ഇവരുടെ വീട്ടിൽ പോയപ്പോഴും ഒരു വിവരം അറിഞ്ഞത് നിൻ്റെ കൂട്ടുകാരിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന്. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ നിൽക്കുക അനാമിക. അപ്പം ആർക്കാണെന്ന് ചോദിച്ചു അനി. നന്ദുവിനാണെന്ന് നയന ഇങ്ങനെ പറഞ്ഞപ്പം അനിയുടെ മുഖം അങ്ങ് വല്ലാതായി. അപ്പോഴത്തേക്ക് അനാമികയ്ക്ക് സന്തോഷമായി. അനാമികയുടെ മുഖമൊക്കെ അങ്ങ് താമരപ്പൂ പോലെ വിടർന്നങ്ങനെ നിൽക്കുക. അത് കേട്ടപ്പോൾ നിന്റെ മുഖം അങ്ങ് വാടിപ്പോയല്ലോടാ എന്ന് അനാമിക അന്നേരം അനിയോട്. പിന്നെ ഒരാൾക്ക് അസുഖമാണെന്ന് അറിയുമ്പോൾ ആൾക്കാർ കൈ കൊട്ടിച്ചിരിക്കുമോ എന്ന് ആദർശ് ഇവളോട് ചോദിച്ചു. ഈ ചിക്കൻ ബോക്സ് വരുന്നതേ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ദൈവകോപം ഉണ്ടാകുമ്പോഴാണെന്ന കാര്യം അനാമിക പറയണം. അപ്പം അങ്ങനെയൊന്നും അല്ല ഞാൻ കേട്ടിരിക്കുന്നത്, ദേവി കടാക്ഷിക്കുമ്പോഴാണ് ചിക്കൻ ബോക്സ് വരുന്നത് എന്നുള്ളതാണെന്ന് നയന പറഞ്ഞു. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും അനാമിക. എന്തു വന്നാലും ഓരോരോ ന്യായീകരണങ്ങൾ പിന്നെ നിനക്കൊക്കെ ഉണ്ടാകുമല്ലോ. ഇനി ഇവൻ അവളെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുമ്പം അല്ല അനാമിക ശരിക്കും ഇവൻ്റെ ആരാണെന്ന് ആദർശ് ചോദിച്ചു. അപ്പോൾ ഭാര്യയാണെന്ന് എല്ലാവരും പറയുന്നു, ദേ ഇവൻ ഒഴിച്ച് എന്ന് അനാമിക പറയുമ്പോൾ പിന്നെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ആര് കെട്ടിയതാണെന്നും നയന ചോദിച്ചു കേട്ടോ. ഒരു താലി കഴുത്തിൽ കെട്ടിയെന്ന് കരുതി ഭാര്യയും ഭർത്താവും ആകില്ല, അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്ത മാത്രമാണ് ഞങ്ങളുടെ കാര്യത്തിലെന്ന് പറയുമ്പം ദേ ഏട്ടത്തി വലിയൊരു ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ട് വന്നിരിക്കുക, ദേ വെറുതെ ആ ഒരു സന്തോഷം നീയായിട്ട് തല്ലി കൊടുത്തരുതെന്ന് അനാമികയോട് ഈ അനി പറയുമ്പം ആ ഫംഗ്ഷൻ പണം കൊടുത്ത് സെറ്റാക്കിയത് ആദർശനാണ് ചോദിക്കുമ്പം ഞാൻ മാത്രമല്ല വേണു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു പണം മുടക്കാനായിട്ട്, നിൻ്റെ അച്ഛൻ എന്നും പറഞ്ഞിട്ട് ആദർശ് അച്ഛന് വരെ വിളിച്ചു അപ്പന് വരെ വിളിച്ചെന്ന് തന്നെ പറയാം. ഇവിടെ ആണെങ്കിൽ അങ്ങനെ ചൂളി നിൽക്കുവാണ് അവിടെ വായിലെ നാവിൻ്റെ ഗുണം കൊണ്ട്. ഇവൾക്ക് അവാർഡ് കിട്ടിയതേ ഇവിടെ ചിലർക്കൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ലെന്നും അത് കാണിച്ചു കഴിഞ്ഞു ചിലർ, അതിൻ്റെ ബാക്കി ഇനി നീ കൂടി കാണിക്കാനായിട്ട് നിൽക്കണ്ടെന്നും ആദർശ് ഈ അനാമികയോട് പറയുന്നുണ്ട്. അവളിങ്ങനെ സൈഡിലേക്ക് തലയും തിരിച്ചു പിടിച്ചിരുന്നെല്ലാം കേൾക്കുക. അസൂയയ്ക്കും കുശുമ്പിക്കിനും മരുന്നില്ല. അസൂയയും കുശുമ്പൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് അധ്വാനിച്ചാൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുമ്പോൾ നയന തലയെടുപ്പോട് കൂടി തന്നെ നിൽക്കുക. എനിക്ക് അതിൽ നല്ല അഭിമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ഒരു ആദരവിന് ആരെങ്കിലും താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് ആദർശ് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. എന്ന് പറഞ്ഞ് ആദർശം നയനയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം ഇവള് അനിയുടെ ചെവി കടിച്ചു പറിക്കാൻ വേണ്ടി ചെല്ലുക. അപ്പോൾ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നയനേടത്തി എന്തെങ്കിലും പറയുമ്പോൾ ആദർശേട്ടന് പൊള്ളുമെന്ന്. അപ്പോൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. ആദർശേട്ടന് മാത്രമല്ല എൻ്റെ ഏട്ടത്തിയെ പറഞ്ഞ് എനിക്കും പൊള്ളും. കാരണം നീ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങളെ അനുകരിക്കേണ്ട സ്വഭാവം എൻ്റെ ഏട്ടത്തിയുടേതെന്നൊക്കെ എന്നും പറഞ്ഞ് നിൽക്കും കേട്ടോ അനാമിക. അപ്പോൾ എൻ്റെ ഏട്ടന് കിട്ടിയ ഭാഗ്യമാണ് നയനേടത്തി എന്നൊക്കെ പറഞ്ഞപ്പം അവളുടെ അനിയത്തിയെ കെട്ടിയ നിൻ്റെയും ഭാഗ്യമായിരിക്കടാ എന്ന് അനാമിക പറഞ്ഞപ്പം അതിന് കഴിഞ്ഞില്ലല്ലോ എനിക്ക്. അതിന് മുൻപ് എൻ്റെ വീട്ടുകാരെ സ്വാധീനിച്ച് നീ അകത്ത് കയറിയില്ലേന്ന് ചോദിച്ചു.
അതിനെന്താ, ഇനി എന്നെ പുറത്ത് ചാടിക്കാൻ നീ അവളും കൂടെ പരമാവധി കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നും അവളുടെ അഹങ്കാരം കൊണ്ട് അതൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ ആശാത്തി അങ്ങ് വെച്ചു കാച്ചു കേട്ടോ. ആ സമയം ആദ്യം പോലീസ് ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് അവളുടെ പേരിൽ കേസ് വന്നു. ഇപ്പോഴത്തേ അവൾക്ക് ചിക്കൻ പോക്സ്. ഇതുപോലെ ഓരോ ഇനിയും അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം നിന്റെ കല്യാണം കഴിഞ്ഞിട്ടും അവൾ നിന്നെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവകോപം ഉണ്ടാകുവടാ. അതും പറഞ്ഞ് അത് അനാമിക അങ്ങ് പോയി. ഒരിക്കലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആണെങ്കിലോ തമ്പുരാട്ടി ഇങ്ങനെ അയിലിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ജാനകിയെ കാണുന്നത്. മുഖം വലിച്ചു കയറ്റി ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ മോളെ കണ്ടപ്പം എന്താ മോളെ എന്ന് ചോദിച്ചു. അന്നേരം ഒരുത്തേക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞപ്പം ഇവിടെ ഒരുത്തിന് ഭയങ്കര സങ്കടമായിരുന്നു നമ്മുടെ മോന്. അത് കേട്ടപ്പോൾ മോളെ ഏത് നേരവും അവനെ നീ ഇങ്ങനെ വിമർശിക്കാതെ അവൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ നീ ശ്രമിക്കാൻ പറഞ്ഞു ജാനകി. മോൾ അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം അതൊരു അവസരമായി കണ്ട് അനിയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കൂ അവളെന്ന് പറഞ്ഞപ്പോൾ അടുക്കുന്നെങ്കിലേ അടുക്കട്ടെ. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത ഒരാളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അനാമിക ജാനകിയോട് പറയുക. അപ്പം മോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം തോറ്റു പോകുന്നത് ഞങ്ങളൊക്കെയല്ലേ മോളെന്ന് ജാനകി. ഇവിടെയുള്ളവർക്ക് മാത്രമല്ല മോളുടെ അച്ഛനും അമ്മയ്ക്കും അത് സങ്കടമാണെന്ന് മോളെന്താ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പം അവൻ കെട്ടിയൊരു താലി എൻ്റെ കഴുത്തിലുണ്ട്, അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നായിരിക്കും എൻ്റെ മറുപടി എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പറയുമ്പോഴാണ് ജാനകി സത്യങ്ങളൊക്കെ അറിയുന്നത്. അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ മോളെ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മരുമകൾ അമ്മായിമ്മയോട് പറയുക. അവൻ എന്നോട് ഒരു താല്പര്യമില്ലെന്ന് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ. അവനവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഉൾപ്പെടെ അവൻ സ്നേഹിക്കുന്നവരെ ഭയന്നിട്ടാ ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നതെന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. പിന്നെ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതേ അമ്മയുടെ മോനായിരിക്കും എന്നൊക്കെ അനാമിക പറയുമ്പോഴും ഷോന്നും പറഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുവാട്ടോ നമ്മുടെ ജാനകി. അപ്പം ഇത് കേട്ടുകൊണ്ട് വന്ന് നമ്മുടെ ജലജയ്ക്ക് അങ്ങ് ബോധിച്ചു അത് എന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ജാനകി നോക്കിയപ്പോൾ ഭാവം നേരെ ഓപ്പോസിറ്റ് ആക്കി. ജാനകി മോള് പറഞ്ഞത് നീ കേട്ടില്ലേ? പിന്നെ നീ എന്താ നിന്റെ മോനെ പറഞ്ഞ് നീ തിരുത്താത്തത്? അപ്പം ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കിയതാ. ഇനി മോളാണ് സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്നൊക്കെ ജാനകി പറയുമ്പോൾ നയനയും നവ്യൊന്നും മോൾക്കിപ്പോൾ ഒരു വിലയും കൊടുക്കുന്നില്ല. എന്നിട്ട് മോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? അതിൻ്റെ കൂടെ അനിയും കൂടി മുഖം തിരിച്ച് നടന്നാൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് മോൾ ഇവിടെ നിൽക്കേണ്ടത്? നിൽക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം ശരിയാവും മോളെ, എല്ലാം ശരിയാകും. അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ശല്യം ഉണ്ടാകില്ല എന്ന് ജാനകി. അവൾ പോലീസ് ക്യാമ്പിലേക്ക് പോകുമ്പോഴേ അനിയും ചിലപ്പോൾ ആ ക്യാമ്പിൻ്റെ പരിസരത്തൊക്കെ കാണുമെന്നായി അനാമിക. അമ്മയ്ക്ക് അറിയാവോ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അവൻ ഉണർന്നിരുന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ പച്ചക്കള്ളം പറയണു. അതൊക്കെ സഹിച്ച് എത്ര കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കാര്യം എന്തായാലും എനിക്ക് ഉറപ്പാമേ, ഈ കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം എന്തായാലും പോയി കിട്ടിയെന്നുള്ളത് എന്ന് പറഞ്ഞ് അനാമികയാണ് തുള്ളി ഉറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോണു. ജാനകിക്കൊന്നും സഹിക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി അനാമിക അമ്മയുടെ പകരക്കാരിയായിട്ട് കനകയുടെയും ഗോവിന്ദൻ്റെയും മകൾ ഈ പടി കടന്നു വരില്ല എന്ന് ജാനകി ഉറപ്പിച്ചു പറയുക ജലജയോട്. അങ്ങനെ സംഭവിച്ച അന്ന് എൻ്റെ മോന് എൻ്റെ കർമ്മങ്ങൾ അവന് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ പറഞ്ഞു. ജലജയ്ക്ക് അതൊക്കെ നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ജലജയ്ക്ക് ഭയങ്കര ചിരിയ. അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന അനിയ കേട്ടോ. അനി ഫോൺ എടുത്ത് നമ്മുടെ നന്ദുവിനെ വിളിക്കുക. അപ്പം നന്ദുവിനെ വിളിക്കുമ്പോൾ അനിയുടെ കോള് കണ്ടു. അനിയുടെ കോള് കണ്ടപ്പോൾ നമ്മുടെ കനക ഓടി വന്ന് ഫോൺ അങ്ങ് എടുത്തു. അതുമായിട്ട് നൈസായിട്ട് ഇങ്ങ് പോന്നു. ഹലോ അനിമോനെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുമ്പോൾ അല്ല നന്ദുവിന് ചിക്കൻ ബോക്സ് ആണെന്ന് മോൻ അറിഞ്ഞില്ലേ എന്ന് കനക അന്നേരം ചോദിച്ചു. അത് അറിഞ്ഞു, അതാ ഞാൻ വിളിച്ചത്. അപ്പോഴത്തേക്കും കനകത്തിന് ഭയങ്കര ഒരു ഇതുപോലെ അത് അസുഖമായതുകൊണ്ട് നന്ദുവിൻ്റെ ഫോൺ അടുത്ത് വെച്ചിട്ടില്ലെന്നേ. ഇപ്പോൾ എങ്ങനെയുണ്ട് നന്ദുവിന്? ചിക്കൻ ബോക്സ് അല്ലേ മോനെ, അതുകൊണ്ട് കുറച്ച് ദിവസം ഒരു മുറിക്കകത്ത് കഥ കടച്ചൊക്കെ ഇരിക്കേണ്ടി വരുമെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ വേറൊന്നുമില്ലല്ലോ അല്ലേ മോനെ? അപ്പം ഇല്ല, നന്ദുവിനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു അനി. അനിമോനെ ദേ നന്ദൂട്ടനെ വിളിക്കുന്നതും കാണുന്നതും ഒന്നും മോൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലല്ലോ മോനെ. അപ്പോൾ പിന്നെ മോൻ എന്തിനാ അത് ചെയ്യുന്നത്? അതുകൊണ്ട് ദേ മോനത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും കേട്ടോ നല്ലതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ എന്ന് വെച്ചേക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ല അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചെങ്കിലും കനക ഫോൺ വെച്ചിട്ട് പോയി. അപ്പോൾ ഗോവിന്ദേട്ടൻ വന്നു. ഗോവിന്ദേട്ടനോട് കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ എത്ര പിന്തിരിപ്പിച്ചാലും അവരുടെ കാര്യത്തിൽ
ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിനെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നയനയ്ക്കും നവ്യയ്ക്കും നന്ദു ആ വീട്ടിലേക്ക് പോകുന്നതിനോട് യാതൊരു യോജിപ്പും ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവർ തമ്മിൽ എങ്ങനെ ഒന്നിക്കാനാണ്? നീ ചുമ്മാ വിഷമിക്കാതെ ടെൻഷൻ അടിക്കാതിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും കനകത്തിനൊരു ആശങ്കയൊക്കെ ഉണ്ട് നന്ദുവിൻ്റെ കാര്യത്തിൽ. അങ്ങനെ അവർ ആ കാര്യവും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നയനയാട്ടോ. നയന അവിടെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവയാനി അമ്മ ദേവയാനി മരുമകൾക്ക് ഏതാണ്ടൊക്കെ ആയിട്ട് വരുന്നത്. എന്നിട്ട് വന്നിട്ട് 4 പാട് നോക്കുമോ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അപ്പം എന്താ അമ്മ ഇതൊരു ആയുർവേദ മരുന്നാ, ഇത് കുടിച്ചു കഴിഞ്ഞാലേ ശരീരത്തിനും കരളിനും ഒക്കെ നല്ല ബലം കിട്ടുമെന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് ആദ്യം കുടിക്കേണ്ടത് അമ്മയല്ലേ എന്ന് ചോദിച്ചപ്പം ഞാനിതൊക്കെ ഒരുപാട് കുടിച്ചതാ, ഇത് മോൾക്കുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറഞ്ഞപ്പം എനിക്ക് വേണ്ട, ഇത് അമ്മ കുടിച്ചോളാൻ പറഞ്ഞു നയന. അപ്പം വെറുതെ വാശി പിടിക്കരുത്, ഞാനിത് മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാം. മോളിത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവട്ടോ എന്ന് പറഞ്ഞപ്പം നയന അങ്ങനെയാണെങ്കിലേ നമുക്ക് 2 ആൾക്കും കൂടി കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പകുതി നയന കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ദേവയാനിക്ക് ഇത് കൊടുക്കുക. ദൈവമേ, അപ്പോഴാണ് ജലജ തമ്പുരാട്ടി ഇറങ്ങി വരുന്നത്. ജലജ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അപ്പച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയന കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും നിൽക്കുന്നത് കണ്ടു. കുടിക്കോ, ചൂട് സമയത്ത് അവാർഡെന്നും പറഞ്ഞ് നാട് ചുറ്റാൻ നടന്നോളും, അതുകൊണ്ടല്ലേ ജലദോഷം വന്നത്. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവൻ്റെ എടുപ്പത് പണിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ജലജയെ കണ്ടപ്പോൾ ഒച്ച വയ്ക്കുക നമ്മുടെ ദേവയാനി. അപ്പോൾ എന്താ ഒന്ന് ജലജ വന്ന് ചോദിച്ചേ. അപ്പോൾ അവാർഡ് വാങ്ങിക്കാൻ പോയതല്ലേ, ഇപ്പം തലവേദനയും ജലദോഷമാണത്രേ. അവളുടെ ഭർത്താവ് ഒന്ന് പറഞ്ഞതാണെന്നും പറഞ്ഞ് അതിന് കഷായം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും പിന്നെ വയ്യാന്നും പറഞ്ഞ് ഒറ്റ പോക്കായിരിക്കും ഇവളുടെ വീട്ടിലേക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഒച്ച വെക്കുന്നു. അപ്പോൾ പോട്ടെ ഏട്ടത്തി, അതിനിപ്പോൾ ഏട്ടത്തിക്ക് എന്താ കുഴപ്പമൊന്നും ജലജ, ഇവള് പോയി കഴിഞ്ഞാലേ ആദർശിൻ്റെ വിഷമം നീ പരിഹരിക്കുമെന്ന് ജലജയോട് ദേവയാനി അന്നേരം ചോദിക്കണം. അവന് പിന്നെ രാത്രി ഉറക്കം പോലും ഉണ്ടാവത്തില്ല. ഇവളുണ്ടല്ലോ ഏട്ടത്തി നന്നായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഏട്ടത്തി. ഇവൾക്കേ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, മാനപൂർവ്വം അസുഖം ഉണ്ടെന്നൊക്കെ ഇവൾ നുണ പറയുക ഏട്ടത്തെ കൊണ്ട് ഓരോ പണിയെടുപ്പിക്കാനായിട്ട്. അതായിരിക്കും ഇവൾ ചെയ്യുന്നത്. ഇതൊക്കെ ഇവൾ ആസ്വദിക്കുന്നുണ്ടാവും ഏട്ടത്തി. ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. അപ്പം അങ്ങനെ 2 സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് ദേവയാനിയോടും ജലജയോടും അന്നേരം നയന പറഞ്ഞു. ഏട്ടത്തിക്ക് കരളിൽ അസുഖം വന്നതിന് ശേഷമേ ഏട്ടത്തിയുടെ സ്വഭാവം പാടെ അങ്ങ് മാറി, അത് നിന്റെ മഹാഭാഗ്യമാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോടി. സാധാരണ തലച്ചോറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നവർക്ക് ആ സ്വഭാവത്തിന് മാറ്റമൊക്കെ വരുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കരൾ കേടായ ശേഷം ഒരാളുടെ സ്വഭാവം അടിമുടി മാറുന്നത്. ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം എന്നാൽ അമ്മയുടെ തലച്ചോറ് കരളിനകത്തായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അന്നേരം പറഞ്ഞു. നയനി അന്നേരം പറയും. അപ്പോൾ ദേവയാനി നിന്ന് ചിരിക്കാം. കണ്ടോ ഏട്ടത്തി, ഇവള് പറയുന്നത് കേട്ടോ ഏട്ടത്തി. ഇതിനു മുൻപ് ഏട്ടത്തിയുടെ മുന്നിൽ ഇവളിങ്ങനെ സംസാരിക്കുമായിരുന്നോ? പോട്ടെ ജലജേ, ഓരോരുത്തർ അവർക്ക് കിട്ടുന്ന അവസരം എന്തായാലും മുതലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ദേവയാനി. ഒന്ന് കുടിച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ തിരിച്ച് എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം നയന ഇത് കുടിക്കുന്നു. എന്നാൽ കഷ്ടപ്പാട് മുഴുവൻ ഏട്ടത്തിക്കായല്ലോ. അത്രയ്ക്ക് വിഷമാണെങ്കിലേ അപ്പച്ചി ആ പാത്രം കൊണ്ട് കഴുകി വെച്ചേക്കാൻ പറഞ്ഞു. നിന്റെ വീട്ടിലൊരുത്തി ഉണ്ടല്ലോ, പോയി അവളെ വിളിച്ചോണ്ട് വാടി, എന്നിട്ട് അവളോട് പറ കഴുകി വെക്കാനെന്ന്. നാണം കെട്ടവളെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. തുള്ളിച്ചാടി ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇവർ 2 പേരും കൂടെ അവിടെ നിന്നൊരൊറ്റ ചിരി. അപ്പം ഇതൊക്കെ ഒരു രസമല്ലേ അമ്മേ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് നയന ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. ഇതുപോലുള്ള കഷായൊന്നും കൊണ്ടുവന്നേക്കല്ലേ, കുടിക്കാൻ വലിയ പാടാ അമ്മയെന്ന് നയന പറഞ്ഞപ്പോൾ കുറേ കുടിച്ചതാ, അമ്മ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ദേവയാനി. അതുകൊണ്ട് ഇനി എന്നെ കൂടി കുടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ചോദിച്ച് അമ്മയും മോളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തുനിന്നൊക്കെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.